കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 11 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ജനങ്ങളെ സ്വീകരിച്ച് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു, നാം വിജന പ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ട് വരണം. നൽകണമെങ്കിൽ അവിടെ ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു, എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് ആഘോഷിക്കുന്ന ഈ തിരുനാള് അൾത്താരയിൽ നടക്കുന്ന യഥാർത്ഥ അത്ഭുതം എന്താണെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു തിരുനാളാണ്. ഈ അപ്പവും വീഞ്ഞും യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരവും രക്തവുമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ തിരുനാൾ നമ്മളെ അധികമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. ഇങ്ങനെ ഒരു തിരുനാൾ ആഘോഷിക്കാൻ ആരംഭിക്കുന്നത് തന്നെ 13-ാം നൂറ്റാണ്ടിൽ ഒരു ജർമ്മൻ വൈദികൻ റോമിലേക്കുള്ള തൻ്റെ പിൽഗ്രിമേജിൽ തീർത്ഥാടനത്തിൻ്റെ മധ്യേ ഇറ്റലിയിലെ ഒരു ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത്, ബോൾസേന എന്ന് പറയുന്ന ഒരു ദേവാലയത്തിൽ, ആ ടൗണിലുള്ള ഒരു ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയം, വൈദികൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. വൈദികന് തന്നെ സംശയം ഉണ്ടായിരുന്നു പലപ്പോഴും, ഈ അപ്പവും വീഞ്ഞും യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരവും രക്തവുമായിട്ട് മാറുന്നുണ്ടോ. അപ്പം അങ്ങനെയുള്ളൊരു ആശങ്കയും സന്ദേഹമൊക്കെ പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന വൈദികനുണ്ടായിരുന്നു. അങ്ങനെ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ഈ അപ്പം കരങ്ങളിലെടുത്തിട്ട് ഉയർത്തി, എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു. ഈ വാക്യങ്ങൾ, അല്ലെങ്കിൽ ഈ കൂദാശ വചനത്തിൻ്റെ വാക്യങ്ങൾ, യേശു പറഞ്ഞ അതേ വചനം പറയാൻ തുടങ്ങിയപ്പോൾ ആ അപ്പത്തിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി. രക്തമൊഴുകി അവിടെ ഒരു കോർപ്പറൽ, ഈ അൾത്താരയ്ക്ക് നടുക്കിടുന്ന ഒരു വട്ടത്തിൽ ഒരു ചതുരത്തിലൊരു തുണിയുണ്ടല്ലോ, അതിനാണ് കോർപ്പറൽ എന്ന് പറയുന്നത്. അതിലും അൾത്താരയിലും താഴേക്കായിട്ട് രക്തം ഒഴുകാൻ തുടങ്ങി. അപ്പോൾ തന്നെ വല്ലാത്ത ഭീതിയും അസ്വസ്ഥതയായി. എർബൻ 4-ാമൻ മാർപ്പാപ്പയായിരുന്നു. പെട്ടെന്ന് അത് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി എടുത്തുകൊണ്ടുപോയി. അധികം താമസിയാതെ തന്നെ അത് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ രക്തമാണ്, യഥാർത്ഥ രക്തമാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇന്നും ഇറ്റലിയിലുള്ളൊരു കത്തീഡ്രലിൽ ഈ കോർപ്പറൽ, രക്തം പതിഞ്ഞ ഈ കോർപ്പറൽ ഇന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. ആ 13-ാം നൂറ്റാണ്ടിൽ നടന്ന ഈ അത്ഭുതത്തിന് ശേഷമാണ് ഇതൊരു തിരുനാളായിട്ട് സഭയിൽ ആഘോഷിക്കുന്നത്. അതായത് നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന, ഞാൻ സ്വീകരിക്കുന്ന അപ്പവും വീഞ്ഞും യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് എന്നുള്ള ആ സത്യം, ആ വിശ്വാസത്തിൻ്റെ ബോധ്യം, അത് പ്രൂവ് ചെയ്യപ്പെടാൻ തക്കവിധത്തിൽ
അനേകം ഇടങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഇതൊരു സംഭവം മാത്രം, എത്രയോ ഇടങ്ങളിൽ അല്ലേ നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു അത്ഭുതമാണ്. ഇന്ത്യയിൽ ഇതിനു മുമ്പ് സഭ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ഒരു അത്ഭുതമില്ല. പക്ഷേ വിളക്കന്നൂർ സംഭവിച്ച വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ തിരുമുഖം നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളത് അത് സഭ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചാണ്. ഈ ഓസ്തി കൊടുത്തുവിട്ടതിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഈ തിരുവോസ്തി കൊടുത്തുവിട്ടതിൻ്റെ കൂടെ അത് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ താഴെ മറ്റൊരു ആശീർവദിക്കാത്ത ഓസ്തിയും കൂടി വെച്ചിട്ടാണ് കൊടുത്തുവിട്ടതെന്ന് പറഞ്ഞത്. അതേതാനും മാസങ്ങൾക്കുള്ളിൽ പൂത്തു പൊടിഞ്ഞു പോയി. എന്നാൽ ഇത് 10-11 വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്നും അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു ഓസ്തി അല്പം എക്സ്പോസ്ഡ് ആയാൽ 2-3 ദിവസത്തിനുള്ളിൽ പൂക്കാൻ തുടങ്ങും, പൊടിഞ്ഞു പോവും, ഇരിക്കുകയില്ല അങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിൽ ആശീർവദിക്കുന്നത് ആ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ആ വിശുദ്ധ കുർബാന തീർക്കുന്നത്. അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളിൽ നമ്മൾ സക്രാരികളിൽ വെച്ച് ആരാധനയ്ക്ക് വെക്കുന്ന വിശുദ്ധ കുർബാനകൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിന് കാരണം എന്താണെന്നറിയോ? അത് പൂക്കും കുറച്ച് കഴിയുമ്പോൾ. ഈ കാലാവസ്ഥയോടുള്ള ബന്ധത്തിൽ ഇത് പൂക്കാൻ തുടങ്ങും, അതിന് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ തുടങ്ങും. എന്നാൽ ഈ വിശുദ്ധ കുർബാന ഇത്രയും വർഷങ്ങളായിട്ട് അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഔദ്യോഗികമായിട്ട് ഇത്രയും നാളിൻ്റെ പഠനത്തിനും ഔദ്യോഗികമായിട്ടുള്ള അതിൻ്റെ വിശകലനത്തിന് ശേഷമാണ് സഭ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ്. എത്ര വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഈ വിശുദ്ധ കുർബാനയുടെ അത്ഭുതം നടന്നെന്ന് പറഞ്ഞപ്പോൾ ഞാനും അനീഷച്ചനും കൂടിയും വിളക്കന്നൂർ കാണാൻ പോയതാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട്, എത്ര വർഷങ്ങൾക്ക് ഇപ്പുറമാണ്, 10 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇത് സഭ ഔദ്യോഗികമായിട്ട് എല്ലാ പഠനങ്ങളും നടത്തി അത് യഥാർത്ഥത്തിൽ ഒരു അത്ഭുതമാണ് എന്ന് പ്രൂവ് ചെയ്ത്. എന്ന് പറയുന്നത് പോലെ ലോകത്തിൻ്റെ പല കോണുകളിൽ ഇതുപോലെ വിശുദ്ധ കുർബാനയുടെ മധ്യേ ഈ അപ്പം കർത്താവിൻ്റെ ശരീരമായി മാംസമായി മാറിയ രക്തം, യേശുവിൻ്റെ യഥാർത്ഥ രക്തമായി വൈൻ മാറിയ സംഭവങ്ങൾ ലോകത്തിൻ്റെ പല കോണുകളിലുണ്ട്. പലയിടങ്ങളിലും നമുക്ക് ഈ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു അത്ഭുതത്തിന് ശേഷമാണ് ശരിക്കും ഇതൊരു അത്ഭുതമായിട്ട് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അപ്പവും വീഞ്ഞും അതിൻ്റെ നിറത്തിനോ അതിൻ്റെ രൂപത്തിനോ ഒന്നും മാറ്റമില്ലാതെ തന്നെ ജീവിക്കുന്നവനായ ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് ഇവയെ അലങ്കരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം വിശുദ്ധ കുർബാനയുടെ. മറ്റത്ഭുതങ്ങളൊക്കെ നമുക്ക് കാണുക, ഇത് അത്ഭുതം മാറി, ഒരു രോഗം മാറി, നടക്കാൻ പറ്റാതെ തളർന്നു പോയ ഒരാൾ എഴുന്നേറ്റ് നടക്കുന്ന കാണുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ ദൃശ്യമായ നയനങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം നമ്മൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ പ്രത്യേകത എന്താ? ഈ അപ്പത്തിൻ്റെ ബാഹ്യമായ രൂപത്തിനോ ബാഹ്യമായ ഷേപ്പിനോ ഒന്നും മാറ്റമില്ലാതെ തന്നെ അതിൻ്റെ സബ്സ്റ്റൻസ് അവിടെ അതിന് മാറ്റമുണ്ടാകുകയാണ്. അവിടെ ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം കൂദാശ വചനങ്ങളുടെ സമയത്ത് യേശു തൻ്റെ കരങ്ങളിൽ അപ്പം എടുത്തിട്ട് ഇതെൻ്റെ ശരീരമാകുന്നു, യേശു തൻ്റെ കരങ്ങളിൽ വീഞ്ഞെടുത്തിട്ട് ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വചനം മാംസം ധരിക്കും. അതാണ് അൽത്താരയിൽ സംഭവിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ സംഭവിച്ച അതേ അത്ഭുതമാണ് ഓരോ അൽത്താരയിൽ സംഭവിക്കുന്നത്. എന്താണ്? വചനം മാംസം ധരിക്കുക. അമ്മയുടെ ഉദരത്തിൽ വചനമാണ് മാംസമായിട്ട് മാറിയത്. അപ്പോൾ വചനം മാംസം ധരിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളമുള്ള നിത്യമായ സത്യമാണ്. ഇനി പഴയ നിയമത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് മോശ മുൾപ്പടർപ്പിൽ കത്തി എരിയുന്ന മുൾപ്പടർപ്പിൽ, ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പടർപ്പിൽ ദൈവസാന്നിധ്യം ദർശിച്ചത്. സാധാരണ ഒരു തീയിൽ മുൾപ്പടർപ്പ് തീ കൊണ്ട് കത്തുവാണെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ മുൾപ്പടർപ്പ് കത്തി ചാമ്പലായിത്തീരും. തീയുടെ ഒരു പ്രത്യേകതയാണ്, തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ അഡ്വർടൈസ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. തീ പിടിച്ചെന്ന് അല്ലേ, അവിടെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാതെ തന്നെ അവിടെ മുഴുവൻ അത് കത്തിച്ച് ചാമ്പലാക്കി കളയും. എന്ന് പറയുന്ന പോലെ ഒരു മുൾപ്പടർപ്പിൽ തീ കത്തുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടത് ആ മുൾപ്പടർപ്പ് കത്തിച്ചാമ്പലാകണം. അതാണ് സ്വാഭാവികമായ നാച്ചുറൽ നിയമം എന്ന് പറയുന്നത്, സ്വാഭാവികമായ നിയമം. എന്നാൽ ആ സ്വാഭാവികമായ നിയമത്തിന് വിപരീതമായി ഇത് കത്തിച്ചാമ്പലാകാതെ തന്നെ ഈ തീയിൽ ദൈവം തൻ്റെ സാന്നിധ്യം ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ് അത്ഭുതം. അതാണ് അത്ഭുതം. അതിനൊരു മാറ്റമില്ല, അത് കത്തി എരിയുന്നില്ല. പക്ഷേ ആ മുൾപ്പടർപ്പിൽ
കത്തിക്കൊണ്ടിരുന്ന മുൾപ്പടർപ്പിൽ ദൈവം തൻ്റെ സാന്നിധ്യം ഉൾക്കൊള്ളിച്ചു മോശയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന പോലെ വിശുദ്ധ കുർബാനയിൽ ഈ അപ്പത്തിൻ്റെ രൂപത്തിനോ അതിൻ്റെ നിറത്തിനോ അതിൻ്റെ ആകൃതിക്കോ ഒന്നും മാറ്റമില്ലാതെ തന്നെ ദൈവം തൻ്റെ സാന്നിധ്യം അതിൽ ഉൾക്കൊള്ളിക്കുന്നുവെന്നും അത് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരവും രക്തമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയാണ് സഭയിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. നാം ഓരോ ദിവസവും സ്വീകരിക്കുന്നത് ഈ തിരുസഭയിലെ ഏറ്റവും വലിയ അത്ഭുതം തന്നെയാണ് നാം സ്വീകരിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുമ്പോൾ ആണ് ഇതിന്റെ രൂപം മാറുന്നില്ല, നിറം മാറുന്നില്ല, ആകാര ഭംഗിയോ ഇതിനൊന്നും ഒരു മാറ്റമില്ലാതെ തന്നെ ജീവിക്കുന്ന കർത്താവ് അപ്പത്തിൽ തൻ്റെ ശരീരത്തെ ഉൾക്കൊള്ളിക്കാണ്, അല്ലെങ്കിൽ തൻ്റെ സാന്നിധ്യം പൂർണ്ണമായും യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നാം സ്വീകരിക്കുന്നത്, നാം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. അതാണ് അത്ഭുതം. ഈ അത്ഭുതത്തിൻ്റെ തിരുനാളാണ് നമ്മൾ ഇന്ന് കോർപ്പസ് ക്രിസ്തി തിരുനാളായിട്ട് ലോകമെമ്പാടും സഭയിൽ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കരങ്ങളിലേക്ക് വരുന്ന അപ്പം അത് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരമാണ്. ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കരങ്ങളിൽ നാം സ്വീകരിക്കുന്ന ഈ അപ്പം, ഈ വീഞ്ഞ് അത് യേശുവിൻ്റെ ശരീരമായി, യഥാർത്ഥ മാംസമായി, യഥാർത്ഥ രക്തമായിട്ട് മാറാം. നമുക്കറിയില്ല. നമ്മുടെ കരങ്ങളിലും ഈ അത്ഭുതം സംഭവിക്കാം. പക്ഷേ യഥാർത്ഥ അത്ഭുതം എന്താണ്? ആ മാറ്റമില്ലാതെ തന്നെ ജീവിക്കുന്ന കർത്താവ് ഈ അപ്പത്തിലുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ അത്ഭുതം. മറ്റു നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നതാണ് ഈ അപ്പം ശരീരമായിട്ട് മാംസമായിട്ട് മാറുമ്പോൾ, പിടയ്ക്കുന്ന അനങ്ങുന്ന മാംസമായിട്ട് മാറുമ്പോൾ, രക്തമായിട്ട് മാറുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ അത്ഭുതം എന്ന് പറയുന്നത് കാണാതെ തന്നെ, അവിടെയാണല്ലോ പൗലോസിനെ പറഞ്ഞത്, ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ നയിക്കപ്പെടുന്നവരാണ്. തോമസിനോട് കർത്താവ് പറഞ്ഞില്ലേ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഒരു വിശ്വാസത്തിൻ്റെ തലം കൂടി വിശുദ്ധ കുർബാനയിലുണ്ട്. അതുകൊണ്ട് നാം സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന അത് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരമാണ്, യഥാർത്ഥത്തിൽ യേശുവിൻ്റെ രക്തമാണ് എന്ന് വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഇത് നിത്യജീവിതത്തിനായിട്ട് നമ്മെ സംരക്ഷിക്കും. അതാണ് വിശുദ്ധ കുർബാന തരുന്നതിന് തൊട്ടു മുമ്പ് വൈദികൻ പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ തിരുശരീര രക്തങ്ങളുടെ, യേശുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. നമ്മെ നിത്യജീവിതത്തിലേക്കുള്ള നമ്മുടെ ആത്മാവിൻ്റെ യാത്രയിൽ ഈ ലോകത്ത് തളർന്നു വീഴാതെ, തകർന്നു പോകാതെ, നശിച്ചു പോകാതിരിക്കാൻ സ്വർഗം തരുന്ന സ്വർഗത്തിൻ്റെ അപ്പമാണ്, ജീവനാണ്. അല്ലേ? അപ്പം കഴിക്കുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് ശക്തി ഉണ്ടാകുന്നത്, ജീവൻ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. സ്വർഗം തരുന്ന സ്വർഗത്തിൻ്റെ അപ്പമാണ്, സ്വർഗത്തിൻ്റെ ജീവനാണ് എന്ത് നാം സ്വീകരിക്കുന്ന യേശുവിൻ്റെ ശരീരവും രക്തവും. അത് നമ്മുടെ നിത്യജീവിതത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ തിരുപാതേയമായിട്ട് സ്വർഗം നമുക്ക് തന്നിരിക്കുന്നതാ. ഈ യാത്രയിൽ തളർന്നു പോകാതിരിക്കാൻ, ഈ യാത്രയിൽ വീണു പോകാതിരിക്കാൻ, നിത്യതയിലെത്തുവോളം നമ്മൾ തളരാതിരിക്കാൻ സ്വർഗം നമുക്ക് തന്ന അവൻ്റെ സ്വർഗത്തിൻ്റെ അപ്പമാണ് യേശുവിൻ്റെ ശരീരവും രക്തവും. ഇത് സ്വീകരിക്കുമ്പോൾ ഈശോയെ തന്നെയാണ് സ്വീകരിക്കുന്നത് എന്ന് വിശ്വാസത്തോടെ നമുക്ക് സ്വീകരിക്കാം. ചിലപ്പോൾ നമ്മൾക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ, ഒരിക്കലും ചിന്തിക്കാത്ത സമയങ്ങളിലുമായിരിക്കാം നമ്മുടെ കരങ്ങളിലും ഇത് യഥാർത്ഥ ശരീരമായി രക്തമായി പരിണമിക്കാൻ പോകുന്നത്. ആ വിശ്വാസത്തോടെ തന്നെ ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ തന്നെയാണ് എൻ്റെ കരങ്ങളിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും വരുന്നത് എന്നുള്ള വിശ്വാസത്തിൻ്റെ ബോധ്യത്തിൽ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.